Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ CET 301 സ്ട്രക്ചറൽ അനാലിസിസ് 1-ലെ സെക്കൻഡ് മൊഡ്യൂളിലെ 7th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യൂണിറ്റ് ലോഡ് മെത്തേഡാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കാൻഡിലിവർ ബീം, സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഓവർഹാങ്ങിങ് ബീം. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ യൂണിറ്റ് ലോഡ് മെത്തേഡ് വെച്ചിട്ട് ഫ്രെയിംസിൻ്റെ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പഠിച്ചു. ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് ലോഡ് മെത്തേഡ് വെച്ചിട്ട്, അപ്പോൾ ഈ യൂണിറ്റ് ലോഡ് മെത്തേഡിനെ തന്നെ നമ്മൾ എന്തും പറയും, വിർച്വൽ ലോഡ് മെത്തേഡ് എന്നും പറയാറുണ്ട്. ഈ മെത്തേഡ് വെച്ചിട്ട് ഡിഫ്ലക്ഷൻ ഓഫ് എ പിൻ ജോയിൻറ്റഡ് ട്രസ്, ഒരു പിൻ ജോയിൻറ്റഡ് ട്രസ്സിൻ്റെ ഏതെങ്കിലും ഒരു ജോയിൻറ്റിലുള്ള ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്ന പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിലെ മെത്തേഡ് ഓഫ് ജോയിൻസോ അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് സെക്ഷനോ നിങ്ങൾ ഫ്ലുവൻ്റ് ആയിരിക്കണം. കാരണം ആ ഒരു പ്രോബ്ലത്തിൻ്റെ യൂസ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നുണ്ട്. മെത്തേഡ് ഓഫ് സെക്ഷൻ അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് ജോയിൻറ്റ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓടിച്ചെങ്കിലും നോക്കിയിട്ട് വേണം ഈ ഒരു ലെക്ചർ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഡിഫ്ലക്ഷൻ ഓൺ പിൻ ജോയിൻറ്റഡ് ട്രസ് ബൈ യൂണിറ്റ് ലോഡ് മെത്തേഡ്. അപ്പോൾ നമുക്കറിയാം, നമുക്കൊരു പിൻ ജോയിൻറ്റഡ് ട്രസ് ആണെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ ഫോഴ്സുകളൊക്കെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് വിർച്വൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. വിർച്വൽ ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കെ വെച്ചിട്ടാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ മെമ്പർ ഫോഴ്സ് ഡ്യൂ ടു യൂണിറ്റ് ലോഡ്. അപ്പോൾ നമുക്കറിയാം, യൂണിറ്റ് ലോഡ് മെത്തേഡിൽ നമുക്ക് ഏത് പോയിൻറ്റിൻ്റെ ഡിഫ്ലക്ഷൻ ആണോ കണ്ടുപിടിക്കേണ്ടത്, നമ്മൾ ആ പോയിൻറ്റിൽ ഒരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യും. ബാക്കി തന്നേക്കുന്ന എല്ലാ എക്സ്റ്റേണൽ ലോഡും നമ്മൾ റിമൂവ് ചെയ്യും. അപ്പോൾ അങ്ങനെ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് തന്നേക്കുന്ന ട്രസ്സിലെ എല്ലാ മെമ്പർ ഫോഴ്സും കണ്ടുപിടിക്കുക. ആ മെമ്പർ ഫോഴ്സിനെ നമ്മൾ കെ എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, റിമൂവ് ഓൾ ദ റിയൽ ലോഡ്സ് ഓർ ആക്ച്വൽ ലോഡ്സ് ഫ്രം ദ ട്രസ്. പ്ലേസ് എ യൂണിറ്റ് ലോഡ് അറ്റ് ദ ജോയിൻറ്റ് ഓഫ് ദ ട്രസ് ആൻഡ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിസൈർഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഏത് ജോയിൻറ്റിലാണോ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കേണ്ടത്, ആ ജോയിൻറ്റിലാണ് യൂണിറ്റ് ലോഡ് പ്ലേസ് ചെയ്യേണ്ടത്. ഇനി യൂണിറ്റ് ലോഡ് നമുക്ക് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് പ്ലേസ് ചെയ്യാം, ഹൊറിസോണ്ടലി റൈറ്റിലേക്ക് പ്ലേസ് ചെയ്യാം, ഹൊറിസോണ്ടലി ലെഫ്റ്റിലേക്കൊക്കെ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഏത് ഡയറക്ഷനിലാണോ കണ്ടുപിടിക്കുന്നത്, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ യൂണിറ്റ് ലോഡ് താഴത്തേക്ക് അപ്ലൈ ചെയ്യാം, ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ യൂണിറ്റ് ലോഡ് ഹൊറിസോണ്ടലി അപ്ലൈ ചെയ്യാം. ആ രീതിയിൽ വേണം യൂണിറ്റ് ലോഡ് പ്ലേസ് ചെയ്യാൻ. യൂസ് ദ മെത്തേഡ് ഓഫ് സെക്ഷൻ ഓർ മെത്തേഡ് ഓഫ് ജോയിൻറ്റ് ടു കാൽക്കുലേറ്റ് ദ ഇൻറ്റേർണൽ ഫോഴ്സ് കെ ഇൻ ഈച്ച് മെമ്പർ ഓഫ് ദ ട്രസ്. അപ്പോൾ യൂണിറ്റ് ലോഡ് പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സാധാരണ മെത്തേഡ് ഓഫ് സെക്ഷനോ അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് ജോയിൻസോ വെച്ചിട്ട് നമ്മൾ ഓരോ മെമ്പർ ഫോഴ്സിനെയും കാൽക്കുലേറ്റ് ചെയ്യാം. ഈ മെമ്പർ ഫോഴ്സ് നമ്മൾ കെ എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. യൂണിറ്റ് ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സിനെ കെ എന്നുള്ള സിമ്പിൾ വെച്ചിട്ടാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു സ്റ്റെപ്പ്. അടുത്തത് നമ്മുടെ റിയൽ ഫോഴ്സ് കാൽക്കുലേഷൻ. സാധാരണ നമ്മൾ ഫോഴ്സിനെ എഫ് എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആക്ച്വൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം, ആ ട്രസ്സിലുള്ള ഇൻറ്റേർണൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. These forces are caused only due to real loads acting on the truss. Use method of joints or section to determine the force F in each member. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ച പോലെ തന്നേക്കുന്ന ട്രസ്സിൽ ഗിവൺ ലോഡ് തന്നിട്ടുണ്ടാവും. ഓരോ ജോയിൻ്റ് ആയിട്ട് എടുക്കുക, ഓരോ ജോയിൻറ്റിൻ്റെയും എന്താ പറയുക, സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു 0, സിഗ്മ വൈ ഇസ് ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ ഇക്വിലിബ്രിയം ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്തിട്ട് ഓരോ മെമ്പർ ഫോഴ്സും കണ്ടുപിടിക്കുക. ഇപ്പോൾ നമ്മൾ റിയൽ ഫോഴ്സ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ആക്ച്വൽ ഫോഴ്സ് കൊണ്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ എഫ് എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ദ വിർച്വൽ വർക്ക് ഇക്വേഷൻ. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുന്ന വിർച്വൽ വർക്കിൻ്റെ ഇക്വേഷനാണ് നോക്കുന്നത്. അപ്ലൈ ദ ഇക്വേഷൻ ഓഫ് വിർച്വൽ വർക്ക് ടു ഡിറ്റർമൈൻ ദ ഡിസൈർഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി വിർച്വൽ വർക്കിൻ്റെ ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ വരുന്ന ഇക്വേഷൻ ഡെൽറ്റ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു എപ്സലോൺ എന്ന് വെച്ചാൽ സം ഓഫ് കെ ഇൻറ്റു എഫ് ഇൻറ്റു എൽ ഇൻറ്റു കെ ഇൻറ്റു എഫ് ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഇ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കെ എന്തായിരുന്നു, യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തിട്ടുള്ള ഇൻറ്റേർണൽ ഫോഴ്സാണ്. എഫ് എന്തായിരുന്നു, ആക്ച്വൽ ലോഡ് കൊണ്ട് ഓരോ മെമ്പറിലും ഉള്ള ഫോഴ്സാണ്. എൽ എന്ന് വെച്ചാൽ ഓരോ മെമ്പറിൻ്റെ ലെങ്ത് ആണ്. എ എന്ന് വെച്ചാൽ ഓരോ മെമ്പറിൻ്റെ ഏരിയ ആണ്. ഇ എന്ന് വെച്ചാൽ യങ്സ് മോഡുലസ് ആണ്. ഈ രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ പ്രൊസീജിയർ ചോദിച്ചാൽ എഴുതേണ്ടത്. പിൻ ജോയിൻ്റ് ട്രസ് യൂണിറ്റ് ലോഡ് മെത്തേഡ് വെച്ചിട്ട് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്ന പ്രൊസീജിയർ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് എഴുതാം. ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഡിറ്റർമൈൻ ദ വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിറ്റർമൈൻ ദ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ഓഫ് എ പോയിൻറ്റ് ഡി ഇൻ ദ ട്രസ് ഷോൺ ഇൻ ഫിഗർ. ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ മെമ്പർ AD and DE are 1500 mm square.
while the other member areas are 1000 mm square. Take E is equal to 200 kilonewton per mm square. ഇതാണ് നമുക്ക് തന്നേക്കുന്ന ട്രസ്. ഇതിൻ്റെ അകത്ത് എ ഡി എന്ന് പറയുന്ന മെമ്പറും ഡി ഇ എന്ന് പറയുന്ന ഈ രണ്ട് മെമ്പറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ 1500 mm സ്ക്വയർ ആണ്. ബാക്കിയുള്ള മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? എ ഇ, എ ബി, ബി ഡി, ഡി സി, ബി സി. അതിൻ്റെ എല്ലാത്തിൻ്റെയും ക്രോസ് സെക്ഷണൽ ഏരിയ 1000 mm സ്ക്വയർ ആണ്. പിന്നെ യങ്സ് മോഡുലസ് തന്നേക്കുന്നത് 200 kilonewton per meter സ്ക്വയർ ആണ്. ഇനി ഡിസ്റ്റൻസ് തന്നേക്കുന്നത് ഈ ഡിസ്റ്റൻസ് 4 മീറ്റർ ആണ്. അപ്പോൾ ഇതും 4 മീറ്റർ ആയിരിക്കും. ഇനി അടുത്തത് ഈ ഒരു ഡിസ്റ്റൻസ് തന്നേക്കുന്നത് 4 മീറ്റർ ആണ്. ഇതും 4 മീറ്റർ തന്നെയാണ്. ഇനി ഈ ഒരു ഡിസ്റ്റൻസ് 3 മീറ്റർ ആണ്. ഇനി നമുക്ക് അൺനോൺ ആയിട്ടുള്ളത് ഈ ഒരു ഡിസ്റ്റൻസ് തന്നിട്ടില്ല, ബി സി ഡിസ്റ്റൻസ് തന്നിട്ടില്ല, എ ഡി ഡിസ്റ്റൻസ് തന്നിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ പൈത്തഗോറസ് തിയറം വെച്ച് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണല്ലേ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ ബി സി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 5 എന്ന് കിട്ടും, 5 മീറ്റർ എന്ന് കിട്ടും. അതേപോലെ ഇതും സോൾവ് ചെയ്യാം. അത് നിങ്ങൾ ചെയ്തേക്കുക. നമുക്ക് ആദ്യം കേസ് നമ്പർ 1. ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു എക്സ്റ്റേണൽ ലോഡ് 60 kilonewton തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കേസ് നമ്പർ 1 അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ഈച്ച് മെമ്പർ ഫോഴ്സ് എഫ് ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ്സ് ബൈ യൂസിങ് മെത്തേഡ് ഓഫ് ജോയിൻസ്. അപ്പോൾ ഈ തന്നേക്കുന്ന ഫിഗറിനെ ഓരോ മെമ്പർ ഫോഴ്സും കണ്ടുപിടിക്കുക. അതായത് ബി സിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എഫ് ബി സി, ഡി സിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എഫ് ഡി സി, അങ്ങനെ ഓരോ മെമ്പർ ഫോഴ്സും കണ്ടുപിടിക്കുക. ഇതിന് മെത്തേഡ് ഓഫ് ജോയിൻസ് ആണ് ഞാൻ ഈ പ്രോബ്ലത്തിൽ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾ മെത്തേഡ് ഓഫ് ജോയിൻറ്റോ മെത്തേഡ് ഓഫ് സെക്ഷനോ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് വെച്ചിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമുക്ക് തന്നേക്കുന്ന ഫിഗർ. നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? ഒരിക്കലും ഫിക്സഡ് എൻഡിൽ നിന്ന് മെത്തേഡ് ഓഫ് സെക്ഷനോ മെത്തേഡ് ഓഫ് ജോയിൻറ്റോ ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ മെത്തേഡ് ഓഫ് ജോയിൻ്റ് ആണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. ഏറ്റവും കുറച്ച് അൺനോൺ ഉള്ള മെമ്പർ വേണം ആദ്യം സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഏറ്റവും കുറച്ച് അൺനോൺ ഉള്ള ജോയിൻ്റ് എന്ന് വെച്ചാൽ സി ആണ്. കാരണം സിയിൽ അൺനോൺ ആയിട്ട് ഈ രണ്ട് ഫോഴ്സാണ് അൺനോൺ ആയിട്ടുള്ളത്, എഫ് ബി സിയും എഫ് ഡി സിയും. നോൺ ആയിട്ട് ഒരു 60 kilonewton ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ജോയിൻറ്റ് സി ആണ് ഞാൻ ആദ്യം എടുത്തത്. അപ്പോൾ ഫസ്റ്റ് വൺ അറ്റ് ജോയിൻറ്റ് സി. ജോയിൻറ്റ് സിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെയായിരിക്കും? നമ്മളെല്ലാ ഫോഴ്സിനെയും എങ്ങനെയാണ് ജോയിൻറ്റിന്, ഇതാണ് ജോയിൻ്റ് എങ്കിൽ എവേ ഫ്രം ദ ജോയിൻറ്റ് ഫോഴ്സ് പോകുന്നതായിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ എഫ് ബി സി, അല്ലെങ്കിൽ നമുക്ക് സിയിൽ നിന്ന് പോകുന്ന ഫോഴ്സ് ആയതുകൊണ്ട് എഫ് സി ബി എന്ന് എഴുതാം. ഇനി അടുത്തത് ഈ ഒരു മെമ്പർ ഫോഴ്സിന് എഫ് സി ഡി എന്ന് എഴുതാം. പിന്നെ ഒരു എക്സ്റ്റേണൽ ലോഡ് 16 വന്നിട്ടുണ്ട്. ഇത്രയും ഫോഴ്സുകളാണ് തന്നേക്കുന്നത്. അപ്പോൾ ജോയിൻറ്റ് സിയിൽ ആക്ട് ചെയ്യുന്നത് ഇൻക്ലൈൻഡ് ആയിട്ട് എഫ് സി ബി, ഹൊറിസോണ്ടലായിട്ട് എഫ് സി ഡി, പിന്നെ ഒരു വെർട്ടിക്കൽ ലോഡ് 16 വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കണം അല്ലേ. ഈ ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു ട്രയാങ്കിൾ എടുക്കുക. ഇത് ഇവിടുത്തെ സൈഡ് 3, ഇവിടുത്തെ സൈഡ് 4. നമുക്ക് ഈ ഒരു തീറ്റയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ ഫിഗർ ഒന്ന് സൈഡിൽ വരച്ചേക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതാണ് തീറ്റ അല്ലേ. ടാൻ തീറ്റ എടുക്കുക. ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ 4/3. therefore തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 4/3. സോൾവ് ചെയ്യുമ്പോൾ 53.13 ഡിഗ്രി എന്ന് കിട്ടും. സിമിലർലി നമുക്ക് ഈ ഒരു ആംഗിളിനെ 5 എന്ന് കൊടുക്കാം. ഈ ഒരു ആംഗിൾ കണ്ടുപിടിച്ചേക്കാം. അപ്പോൾ ഈ ഒരു ആംഗിൾ എടുക്കുമ്പോൾ വീണ്ടും ഞാൻ ടാൻ തീറ്റ എടുത്തു. ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് 3 ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 4. അപ്പോൾ ടാൻ 5 ഈസ് ഈക്വൽ ടു 3/4. 5 ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4. സോൾവ് ചെയ്യുമ്പോൾ 36.86 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ തീറ്റ നമുക്ക് കിട്ടിയത് 53.13 ആണ്. അപ്പോൾ 53.13 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എന്താണ്? ഈ ഫോഴ്സിന് റിസോൾവ് ചെയ്യണം. ഈ ഫോഴ്സിന് റിസോൾവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്തായിരിക്കും? ഹൊറിസോണ്ടൽ കമ്പോണൻറ്റുമായിട്ട് മേക്ക് ചെയ്യുന്നതാണ് നമ്മുടെ തീറ്റ അല്ലേ, അല്ലെങ്കിൽ 53.13. therefore എഫ് സി ബി കോസ് 53.3 ഇവിടെ വരും, സൈൻ 53.3 വെർട്ടിക്കൽ കമ്പോണൻ്റായിട്ട് വരും. ഇനി എന്ത് ചെയ്യുക? നമ്മുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് കൊടുക്കുക. അപ്പോൾ ആദ്യം സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു 0, സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ അപ്പോഴ് ഫോഴ്സ് പോസിറ്റീവ്. അപ്പോൾ എഫ് സി ബി സൈൻ 53.13 പോസിറ്റീവ്, ഡൗൺവേർഡ് നെഗറ്റീവ്, -60 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ആകെ 2 ഫോഴ്സേ ഉള്ളൂ. ഇതിൻ്റെ സം ഇസ് ഈക്വൽ ടു 0 എന്ന് എടുത്തു. ഇനി ഇതിൻ്റെ അകത്ത് ഏതാണ്? എഫ് സി ബി ആണ് അൺനോൺ. അപ്പോൾ 16 റൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോസിറ്റീവ് 60 ആയി. ഇനി എന്ത് ചെയ്യുക? എഫ് സി ബിനെ മാത്രം ലെഫ്റ്റിലിടുക. 60 ഇത് പുറത്തേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ സൈൻ 53.13 എന്ന് വരും. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 75 kilonewton എന്ന് കിട്ടും. അപ്പോൾ എഫ് സി ബി കിട്ടി 75 kilonewton. ഇനി അടുത്തത് സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, സം ഓഫ് ഫോഴ്സ് ഇൻ എക്സ് ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു 0.
ഇവിടെ രണ്ട് ഫോഴ്സാണ് എക്സ് ഡയറക്ഷനിലുള്ളത്, രണ്ടും ഒരേ ഡയറക്ഷനിലേക്കാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. ലെഫ്റ്റിലേക്കാണ്, നമുക്ക് വേണമെങ്കിൽ അതിനെ നെഗറ്റീവ് എന്ന് കൊടുക്കാം. പിന്നെ രണ്ടും ഒരേ ഡയറക്ഷനിലേക്ക് ആയതുകൊണ്ട് ഞാൻ പോസിറ്റീവ് എന്ന് തന്നെ ഇട്ട് എഴുതുന്നു. അപ്പോൾ സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഫസ്റ്റ് ഫോഴ്സ് ഇതാണ് ഞാൻ എടുത്തത്, എഫ് സി ബി കോസ് 53.15, സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് പ്ലസ്, അടുത്തത് എഫ് സി ഡി പ്ലസ് എഫ് സി ഡി ഇസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? എഫ് സി ബിയുടെ വാല്യൂ നമുക്ക് അറിയാം അല്ലേ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് സി ഡി ആണ്. എഫ് സി ഡി ഞാൻ ലെഫ്റ്റിലിട്ടു, ഇതിനെ റൈറ്റിലേക്ക് കൊണ്ടുപോയി, റൈറ്റിലേക്ക് പോയപ്പോൾ അത് മൈനസ് എഫ് സി ബി കോസ് 53.13 ആയി. ഇനി എന്ത് ചെയ്യുക? എഫ് സി ബിയുടെ വാല്യൂ 75 ആണ്. ഓക്കെ, അപ്പോൾ മൈനസ് ഓൾറെഡി ഇവിടെ ഉണ്ട്, എഫ് സി ബിക്ക് വരാൻ 75 കൊടുത്തു, കോസ് 53.13 സോൾവ് ചെയ്യുമ്പോൾ എഫ് സി ഡി ഇസ് ഈക്വൽ ടു -45 എന്ന് കിട്ടും. -45 എന്ന് കിട്ടും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഏതൊക്കെ കിട്ടി? എഫ് സി ബിയും കിട്ടി, എഫ് സി ഡിയും കിട്ടി. ഒന്ന് 75 ഒന്ന് -45. ഓക്കെ, ഇനി അടുത്ത ഏത് ജോയിൻറ്റിലേക്ക് പോവാം? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അടുത്ത നമുക്ക് ഡി ജോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ, ഡി എന്ന് പറയുന്ന ജോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഈ ഫോഴ്സ് നമുക്ക് അറിയത്തില്ല, ഈ ഫോഴ്സ് അറിയത്തില്ല, ഈ ഫോഴ്സ് അറിയത്തില്ല. അപ്പോൾ ആകെ ഡി എന്ന് പറയുന്ന ജോയിൻ്റ് എടുത്താൽ 4 ഫോഴ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ആകെ ഒരു ഫോഴ്സേ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളൂ. 3 അൺനോൺസ് ഉണ്ട്. അപ്പോൾ 3 അൺനോൺസ് വരുന്ന ജോയിൻസിനെ സെലക്ട് ചെയ്യരുത്. അപ്പോൾ നമുക്ക് ബി ജോയിൻ്റ് എടുത്ത് നോക്കാം. ബി ജോയിൻ്റ് എടുക്കുമ്പോൾ ഈ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ഈ ഒരു ഫോഴ്സ് കണ്ടുപിടിക്കണം, ഈ ഒരു ഫോഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ 2 അൺനോണേ വരുന്നുള്ളൂ. അപ്പോൾ 2 അൺനോൺ വരുന്ന രീതിയിൽ നമ്മൾ ബി എന്ന് പറയുന്ന ജോയിൻറ്റിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ ബി എന്ന് പറയുന്ന ജോയിൻ്റ് എടുത്താൽ ഇതെന്തായിരിക്കും? എഫ് ബി എ ആയിരിക്കും. എ ബി മെമ്പറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എഫ് ബി എ. ഈ ഒരു ഫോഴ്സ് എന്തായിരിക്കും? എഫ് ബി ഡി, ബി ഡി മെമ്പറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എഫ് ബി ഡി. ഈ ഒരു ഫോഴ്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, അതെന്തായിരുന്നു? എഫ് ബി സി ആണ്. ഇതായിരിക്കും നമ്മൾ ബി എന്ന് പറയുന്ന ജോയിൻറ്റ് കൺസിഡർ ചെയ്താൽ കിട്ടുന്ന ഫിഗർ. ഓക്കെ, അപ്പോൾ അടുത്തത് ജോയിൻറ്റ് ബി എടുത്തു, ഇതാ എഫ് ബി എ വരച്ചു, എഫ് ബി ഡി വരച്ചു, എഫ് ബി സിയും വരച്ചു. ഇനി എഫ് ബി സി ആയിട്ടുള്ള ഇൻക്ലിനേഷൻ 36.86 ആണ്. അത് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. ഇതാ ഫൈ ഇസ് ഈക്വൽ ടു 36.86 എന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 36.86 ആണ്. അപ്പോൾ അതെടുത്ത് ഇവിടെ കറക്റ്റായിട്ട് പ്ലോട്ട് ചെയ്യുക. ഇതാണ് 36.86. ഇനി ഇത് ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് ഇതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്തായിരിക്കും? തീറ്റ മേക്ക് ചെയ്യുന്നത് വൈ ആക്സിസുമായിട്ടാണ് അല്ലേ. ഈ ഫോഴ്സും വൈ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 36.86. ദോ അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിരിക്കും കോസ് തീറ്റ ആയിട്ട് വരുന്നത്. അപ്പോൾ എഫ് ബി സി കോസ് 36.86 ഇവിടെ വരും. ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആയിട്ട് എഫ് ബി സി സൈൻ 36.86 വരും. ഇനി നമുക്കിതിനെ സോൾവ് ചെയ്യാം. ഫസ്റ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ വെർട്ടിക്കലി ഡൗൺവേർഡ്സ് 2 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് എഫ് ബി ഡി, വീണ്ടും ഡൗൺവേർഡ്സ് ആയിട്ട് എഫ് സി ബി. അപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. രണ്ടിനെ ഞാൻ പോസിറ്റീവ് എന്നാണ് എഴുതുന്നത്. എഫ് ബി ഡി അതേ ഡയറക്ഷനിൽ തന്നെ അടുത്ത ഫോഴ്സ് പ്ലസ് എഫ് ബി സി കോസ് 36.86 ഇസ് ഈക്വൽ ടു 0. നമുക്ക് എഫ് ബി ഡി അറിയത്തില്ല അല്ലേ. എഫ് ബി സി നമ്മൾ നേരത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എഫ് ബി ഡി ഞാൻ ലെഫ്റ്റിൽ തന്നെ ഇട്ടു, ഇതിനെ റൈറ്റിലേക്ക് കൊണ്ടുപോയപ്പോൾ അത് മൈനസ് എഫ് ബി സി കോസ് 36.86 ആയി. ഇനി എഫ് ബി സിയുടെ വാല്യൂ എത്രയായിരുന്നു? എഫ് ബി സി 75 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ മൈനസ് ഓൾറെഡി ഉണ്ട്, മൈനസ് ഇട്ടു. എഫ് ബി സിയുടെ വാല്യൂ 75 കോസ് 36.86 സോൾവ് ചെയ്യുമ്പോൾ -60 എന്ന് കിട്ടും. അപ്പോൾ എഫ് ബി ഡി എന്ന് പറയുന്ന മെമ്പറുള്ള ഫോഴ്സ് -60 kN എന്ന് കിട്ടി. ഇനി അടുത്ത ഇതിൽ തന്നെ സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. റൈറ്റിലേക്ക് പോകുന്ന പോസിറ്റീവ് ആയിട്ട് എടുക്കുക. അപ്പോൾ എന്ത് വരും? എഫ് ബി സി സൈൻ 36.86. അടുത്തത് ലെഫ്റ്റിലേക്കാണ് പോകുന്നത്, അത് നെഗറ്റീവായിട്ട് എടുക്കുക. മൈനസ് എഫ് ബി എ ഇസ് ഈക്വൽ ടു 0. ഇതിനകത്ത് നമുക്ക് എഫ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനെ റൈറ്റിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ എഫ് ബി എ ഇവിടെ വന്നു, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ബി സി സൈൻ 36.86. ഓക്കെ, ഇനി വീണ്ടും നമുക്ക് എഫ് ബി സിയുടെ വാല്യൂ നമുക്കറിയാം അല്ലേ. അപ്പോൾ എഫ് ബി സിക്ക് പകരം 75 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സൈൻ 36.86 അതുപോലെ എഴുതി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 45 എന്ന് കിട്ടും. അപ്പോൾ എഫ് ബി എ നമുക്ക് 45 എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു മെമ്പർ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എഫ് ബി ഡി ഇസ് ഈക്വൽ ടു -60 എന്നും കിട്ടി, എഫ് ബി എ ഇസ് ഈക്വൽ ടു 45 എന്നും കിട്ടി. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ നമ്മൾ ഈ ജോയിൻറ്റ് കഴിഞ്ഞു, ഈ ജോയിൻറ്റ് കഴിഞ്ഞു. ഇനി സ്വാഭാവികമായിട്ടും ഡി എടുക്കുക. ഇപ്പോൾ നമ്മൾ ഡി ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ, ഡി മെമ്പർ എടുത്താൽ ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇവിടുത്തെ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതും മാത്രമാണ് ഇപ്പോൾ അൺനോൺ ആയിട്ടുള്ളത്. അപ്പോൾ 2 അൺനോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഡി എന്ന് പറയുന്ന ജോയിൻറ്റ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഡി എന്ന് പറയുന്ന ജോയിൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ എന്തൊക്കെ ഫോഴ്സ് വരും ശ്രദ്ധിക്കുക. ഡി എന്ന് പറയുന്ന ജോയിൻറ്റ് എടുക്കുമ്പോൾ എഫ് ഡി സി വരും, ഇത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അടുത്തത് എഫ് ഡി ബി വരും, ഇത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത ഒരു ഇൻക്ലൈൻഡ് ആയിട്ട് എഫ് ഡി എ വരും, അടുത്തത് എഫ് ഡി ഇ വരും.
ഇത് രണ്ടുമാണ് ഇനി കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഫിഗർ കറക്റ്റായിട്ട് തന്നെ വരയ്ക്കുക, ഫിഗർ വരക്കുന്നത് തെറ്റിപ്പോകരുത്. ഇതാണ് ഡി എന്ന് പറയുന്ന ജോയിൻറ്റിൻ്റെ ഫിഗർ. അപ്പോൾ റൈറ്റിലേക്ക് FDC ഉണ്ട്, മുകളിലേക്ക് FDB ഉണ്ട്. ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഇനി അടുത്തത് ലെഫ്റ്റിലേക്ക് FDE ഉണ്ട്, ഇനി ഇൻക്ലൈൻഡ് ആയിട്ട് FDA ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻക്ലിനേഷൻ എത്രയാണെന്നുള്ള നോക്കണം. അപ്പോൾ നോക്കിക്കേ, ഇതാണ് ട്രയാങ്കിൾ. അപ്പോൾ ഇത് നിങ്ങൾ സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ് ഈക്വലാണ്. രണ്ട് സൈഡ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ നമ്മൾ ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ എന്നാണ് പറയുന്നത്. ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇത് 45 ആയിരിക്കും, ഇതും 45 ഡിഗ്രി ആയിരിക്കും. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതൊക്കെ നമ്മുടെ ലോജിക്കൽ കാൽക്കുലേഷൻസ് ആണ്. അപ്പോൾ ഇത് FDA ആണ്, ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 45 ഡിഗ്രി. അപ്പോൾ ഇത് FDA, തീറ്റ ഇവിടെയാണ് മേക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് FDA കോസ് തീറ്റ എന്ന് എഴുതാം, വെർട്ടിക്കൽ കമ്പോണൻറ്റ് FDA സൈൻ തീറ്റ എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് സോൾവ് ചെയ്യാം. ആദ്യം സിഗ്മ FY = 0. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫോഴ്സ്. അപ്പോൾ FDA പോസിറ്റീവായിട്ട് എഴുതി, വീണ്ടും സെയിം ഡയറക്ഷനിൽ തന്നെയാണ് അടുത്ത ഫോഴ്സ്. അപ്പോൾ വീണ്ടും പ്ലസ് FDA sin 45 = 0. ഇനി നമുക്ക് വേണ്ടത് FDA ആണ്. അപ്പോൾ FDA sin 45 മാത്രം ലെഫ്റ്റിലിട്ടിട്ട് ഇതിനെ റൈറ്റിലേക്ക് കൊണ്ടുപോയപ്പോൾ -FDB എന്ന് കിട്ടി. ഇനി നമുക്ക് FDA മാത്രം മതി. അപ്പോൾ FDA = -FDB ഡിവൈഡഡ് ബൈ sin 45 എന്ന് വരും. ഇനി FDBയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ, ഇതാ FDB എന്ന് പറയുന്നത് തന്നെയാണ് FBD, -60 ആണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ ശ്രദ്ധിക്കുക, ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഇനി FDBയുടെ വാല്യൂ വീണ്ടും -60 എന്നാണ്. അപ്പോൾ മൈനസും ആകുമ്പോൾ അത് +60 എന്നാവും, ഡിവൈഡ് ബൈ sin 45 സോൾവ് ചെയ്യുമ്പോൾ 84.85 kN എന്ന് കിട്ടും. ഇനി അടുത്ത സിഗ്മ FX = 0. ഇതാ റൈറ്റിലേക്ക് പോകുന്ന പോസിറ്റീവ്, അപ്പോൾ FDC പോസിറ്റീവായിട്ട് എഴുതി. ഇനി ലെഫ്റ്റിലേക്ക് പോകുന്നത് ഇത് FDE, അപ്പോൾ -FDE. വീണ്ടും ലെഫ്റ്റിലേക്ക് ഒന്നുകൂടി പോകുന്നുണ്ട്, അത് -FDA cos 45 ആണ്, = 0. ഇതിനകത്ത് നമുക്ക് FDE ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ റൈറ്റിലേക്ക് കൊണ്ടുപോവുക, അപ്പോൾ അത് പോസിറ്റീവ് FDE ആവും. ഇനി ഇതതുപോലെ തന്നെ എഴുതുക, FDC എഴുതുക, ഇതതുപോലെ എഴുതുക, -FDA cos 45 എന്ന് എഴുതുക. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് രണ്ടും അറിയാം അല്ലേ, FDCയും FDAയും നമ്മൾ കണ്ടുപിടിച്ചാണ്. FDA നമുക്കിവിടെ കിട്ടി 84.85 ആണ്. അപ്പോൾ FDAക്ക് പകരം 84.85 × cos 45 എന്ന് എഴുതുക. ഇനി FDC എന്നുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിച്ചാണ്. FDC എന്ന് പറയുന്നതാണ് FCD, അത് -45 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പിൽ കിട്ടുന്നത് ഓർമ്മയുണ്ടാവണം. FDC എന്ന് പറഞ്ഞാൽ -45 ആണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ FDE = 105 -105 kN എന്ന് കിട്ടും, -105 kN എന്ന് കിട്ടും. അപ്പോൾ നോക്കിക്കേ, ഇത് കണ്ടുപിടിച്ചു, ഇതും കണ്ടുപിടിച്ചു. ഇപ്പോൾ എല്ലാ മെമ്പർ ഫോഴ്സും കണ്ടുപിടിച്ചു. ഇതൊരു മെമ്പർ ഫോഴ്സ് അല്ല, കാരണം ഇതൊരു ഫിക്സ്ഡ് എൻഡാണ് AE. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പോൾ എല്ലാ മെമ്പർ ഫോഴ്സും നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പോൾ നമ്മൾ എന്താണ് കേസ് 1 ആയിട്ട് ചെയ്തത്, ആക്ച്വൽ എക്സ്റ്റേണൽ ലോഡ് വെച്ചിട്ട് ഓരോ മെമ്പറിലുമുള്ള ഇൻറ്റേർണൽ ഫോഴ്സുകൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത കേസ് 2 ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കേസ് 2 എന്ന് പറയുമ്പോൾ ഡിറ്റർമൈൻ ദ മെമ്പർ ഫോഴ്സ് K. ഇപ്പോൾ നമ്മൾ F എന്നും പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് K എന്നും പറഞ്ഞാണ് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് യൂസിങ് യൂണിറ്റ് ലോഡ്. ഇനി യൂണിറ്റ് ലോഡ് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സ്റ്റേണൽ ലോഡ് എന്തായാലും റിമൂവ് ചെയ്യണം. യൂണിറ്റ് ലോഡ് പ്ലേസ് ചെയ്യുമ്പോൾ തന്നേക്കുന്ന ഈ എക്സ്റ്റേണൽ ലോഡ് എന്തായാലും റിമൂവ് ചെയ്യണം. എന്നിട്ട് സിയിൽ കൊണ്ട് യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്ത് വെക്കരുത്. പ്രത്യേകം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഡിഫ്ലക്ഷൻ ആയിട്ട് D ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ D എന്ന് പറയുന്ന പോയിന്റിലെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, D എന്ന് പറയുന്ന പോയിന്റിൽ ഒരു വെർട്ടിക്കൽ യൂണിറ്റ് ലോഡ് വേണം അപ്ലൈ ചെയ്യാൻ, എക്സ്റ്റേണൽ ലോഡിനെ റിമൂവ് ചെയ്ത് കളയുക. അപ്പോൾ അതാണ് നമ്മുടെ കേസ് നമ്പർ 2. ഇപ്പോൾ ഡിറ്റർമൈൻ ദ മെമ്പർ ഫോഴ്സ് K ഇൻ ഈച്ച് മെമ്പർ ഡ്യൂ ടു ഡിഫ്ലക്ഷൻ യൂണിറ്റ് ലോഡ് അറ്റ് D. ഇപ്പോൾ തന്നേക്കുന്ന ഫിഗർ നമ്മൾ അതുപോലെ വരച്ചു. ഡിസ്റ്റൻസ് 4, ഈ ഡിസ്റ്റൻസ് 4, ഈ ഡിസ്റ്റൻസ് 3, ഈ ഡിസ്റ്റൻസ് 4, ഈ ഡിസ്റ്റൻസ് 4, ഇതും കണ്ടുപിടിക്കാനുണ്ട്. ഇവിടുത്തെ ആംഗിൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് 53.13, ഇവിടുത്തെ ആംഗിൾ 36.86, ഇവിടുത്തെ ആംഗിൾ 45. ഇപ്പോൾ ആംഗിളിലൊന്നും വ്യത്യാസമില്ല, കാരണം സൈഡൊക്കെ പഴയ പോലെ തന്നെയാണ്. സിയിലുണ്ടായ എക്സ്റ്റേണൽ ലോഡിനെ റിമൂവ് ചെയ്തു, ഡിയിൽ വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ഒരു യൂണിറ്റ് ലോഡ് നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി നേരത്തെ ചെയ്ത പോലെ മെത്തേഡ് ഓഫ് സെക്ഷൻ വെച്ചിട്ട് പഴയ സ്റ്റെപ്പ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ സി എന്ന് പറയുന്ന ജോയിൻ്റാണ് എടുക്കുന്നത്. അപ്പോൾ സി എന്ന് പറയുന്ന ജോയിൻ്റ് എടുക്കുമ്പോൾ ഇങ്ങോട്ടേക്കുള്ള മെമ്പറിനെ ശ്രദ്ധിക്കുക, F എന്നല്ല K എന്നാണ് നൊട്ടേറ്റ് ചെയ്യേണ്ടത്. യൂണിറ്റ് ലോഡ് ആയതുകൊണ്ട് K എന്നാണ് നൊട്ടേറ്റ് ചെയ്യേണ്ടത്. KCD എന്ന് കൊടുക്കാം. CD മെമ്പർ ആയതുകൊണ്ട് KCD. ഇങ്ങോട്ട് പോകുന്ന മെമ്പറിനെ നമുക്ക് KCB എന്ന് കൊടുക്കാം. KCB. അപ്പോൾ ആ ഒരു ഫോഴ്സാണ് ഞാൻ ഇവിടെ വരച്ചേക്കുന്നത്. സി എന്ന് പറയുന്ന ജോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഹൊറിസോണ്ടലി KCD ആക്ട് ചെയ്യുന്നുണ്ട്.
ഇൻക്ലൈൻഡ് ആയിട്ട് കെ സി ബി ആക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇൻക്ലിനേഷൻ 53.13 ഡിഗ്രിയിലാണ്. അപ്പോൾ അതിൻ്റെ ഹൊറിസോണ്ടൽ മെമ്പർ എന്തായിരിക്കും? കെ സി ബി കോസ് 53.13, വെർട്ടിക്കൽ കമ്പോണൻറ്റ് കെ സി ബി സൈൻ 53.13. ഇനി എന്ത് ചെയ്യുക? സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0. ആകെ ഒറ്റ വെർട്ടിക്കൽ ഫോഴ്സേ ഉള്ളൂ, അതേതാണ്? കെ സി ബി സൈൻ 53.13 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 0. അതിൽ നിന്ന് എന്ത് മനസ്സിലായി? കെ സി ബി 0 ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്തത് സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 കൊടുക്കാം. എഫ് എക്സ് എന്ന് പറയുമ്പോൾ രണ്ട് ഫോഴ്സ് ഉണ്ട്, കെ സി ഡി ഉണ്ട്, കെ സി ബി കോസ് 53.13 ഉണ്ട്. രണ്ടും ഒരേ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് രണ്ടും പോസിറ്റീവ് എന്ന് കിട്ടും. അപ്പോൾ കെ സി ഡി പ്ലസ് കെ സി ബി കോസ് 53.13 ഇസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് വേണ്ടത് കെ സി ഡി ആണ്. അപ്പോൾ ഇതിന് ഇവിടെ ഇടുക, ഇതിനെ റൈറ്റിലേക്ക് കൊണ്ടുപോകുക. റൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് കെ സി ബി കോസ് 53.13 എന്ന് വരും. കെ സി ബിയുടെ വാല്യൂ 0 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ വിച്ച് ഈസ് ഇംപ്ലൈസ് കെ സി ഡി ഈസ് ഓൾസോ ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ജോയിൻറ്റ് സി കണ്ടുപിടിച്ചപ്പോൾ കെ സി ഡിയും കെ സി ബിയും മെമ്പർ ഫോഴ്സ് 0 എന്നാണ് കിട്ടിയത്. ഓക്കെ, അടുത്തത് ജോയിൻറ്റ് ബി എടുക്കുക. ജോയിൻറ്റ് ബി എടുക്കുമ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത്. എഫിന് പകരം കെ എന്ന് എഴുതിയെന്നേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ബി എന്ന് പറയുന്ന ജോയിൻ്റ് എടുക്കുമ്പോൾ എന്തൊക്കെ വരും? ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നത് കെ ബി എ വരും, ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നത് കെ ബി ഡി വരും, ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നത് കെ ബി സി വരും. ഇതിൽ കെ ബി സി ഇസ് ഈക്വൽ ടു 0 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, ബാക്കി രണ്ടെണ്ണം ഇനി കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെമ്പർ. ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നത് കെ ബി എ, ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നത് കെ ബി ഡി, ഇതാണ് കെ ബി സി. ഇതിൻ്റെ ഇൻക്ലിനേഷൻ 36.86 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് കെ ബി സി കോസ് തീറ്റയും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് കെ ബി സി സൈൻ തീറ്റയും ആയിരിക്കും. ഓക്കെ, ഇനി നേരത്തെ പോലെ തന്നെ സിഗ്മ എഫ് ഐ ഇസ് ഈക്വൽ ടു 0 എടുക്കാം. അപ്പോൾ സിഗ്മ എഫ് ഐ ഇസ് ഈക്വൽ ടു 0 എടുക്കുമ്പോൾ ഫസ്റ്റ് ഫോഴ്സ് ഡൗൺവേർഡ് ആണ്. അപ്പോൾ കെ ബി ഡി, വീണ്ടും അടുത്ത ഫോഴ്സും ഡൗൺവേർഡ് തന്നെയാണ്. അപ്പോൾ പോസിറ്റീവായിട്ട് തന്നെ ഇട്ട് എഴുതി കെ ബി ഡി. അടുത്തത് കെ ബി സി കോസ് 36.86 ഇസ് ഈക്വൽ ടു 0. നമുക്ക് വേണ്ടത് കെ ബി ഡി ആണ്. അപ്പോൾ കെ ബി ഡിനെ ലെഫ്റ്റിലിടുക, ഇതിനെ റൈറ്റിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ മൈനസ് കെ ബി സി കോസ് തീറ്റ എന്നാവും. ഇനി നമ്മൾ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പ് എഴുതിയപ്പോൾ കിട്ടിയായിരുന്നു കെ ബി സിയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ കെ ബി സി ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ ഈ ടേം മൊത്തത്തിൽ 0 ആയി പോകും. ദെർഫോർ കെ ബി എ എന്ന് പറയുന്ന മെമ്പറിൻ്റെ ഫോഴ്സ് കെ ബി എ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇവിടെ ഇത് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി അടുത്ത് നമുക്ക് സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ റൈറ്റിലേക്ക് പോകുന്ന പോസിറ്റീവ് അല്ലേ? അപ്പോൾ കെ ബി സി സൈൻ 36.86 മൈനസ് ലെഫ്റ്റിലേക്ക് പോകുന്ന നെഗറ്റീവ് മൈനസ് കെ ബി എ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് വേണ്ടത് കെ ബി ആണ്. അപ്പോൾ ഇതിനെ റൈറ്റിലേക്ക് കൊണ്ടുവന്നാൽ പോസിറ്റീവ് കെ ബി ആവും, വിച്ച് ഇസ് ഈക്വൽ ടു കെ ബി സി സൈൻ 36.86. തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ നമ്മൾ കെ ബി സി ഇസ് ഈക്വൽ ടു 0 എന്ന് കണ്ടുപിടിച്ചായിരുന്നു. ദെർഫോർ കെ ബി എയും 0 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ജോയിൻറ്റ് ബി എടുത്തപ്പോഴും കെ ബി ഡിയും കെ ബി എയും നമുക്ക് 0 എന്നാണ് കിട്ടിയത്. ഓക്കെ, ഇനി അടുത്ത് ജോയിൻറ്റ് ഡി എടുക്കണം. അപ്പോൾ ജോയിൻറ്റ് ഡി എടുക്കുമ്പോൾ എന്തൊക്കെ വരും? ജോയിൻറ്റ് ഡി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഒരു യൂണിറ്റ് ലോഡുണ്ട്. പിന്നെ റൈറ്റിലേക്ക് പോകുന്നത് നമുക്ക് കെ ഡി സി എന്ന് കൊടുക്കാം. ഇങ്ങോട്ടുള്ള മെമ്പർ ഫോഴ്സ് കെ ഡി ആണ്, ഇങ്ങോട്ടുള്ള മെമ്പർ ഫോഴ്സ് കെ ഡി ബി ആണ്, ഇങ്ങോട്ടേക്കുള്ള മെമ്പർ ഫോഴ്സ് കെ ഡി എ ആണ്. ഇതിൽ നമ്മൾ ഇത് ഈക്വൽ ടു 0 കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇത് ഈക്വൽ ടു 0 കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് രണ്ടുമാണ് കെ ഡി എയും കെ ഡി ഇയും ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് മെമ്പർ ഫോഴ്സിൻ്റെ ഫിഗർ വരയ്ക്കുക. ഇതാണ് ജോയിൻറ്റ് ഡിയുടെ ഫിഗർ. ഇതിൻ്റെ അകത്ത് ഈ ഫോഴ്സ് കെ ഡി സി, വെർട്ടിക്കലി അപ്പോർഡ് കെ ഡി ബി, ലെഫ്റ്റിലേക്ക് കെ ഡി ഇ, ഇത്രയും ഫോഴ്സ് നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുണ്ട്. അതേപോലെ ഡൗൺവേർഡ് ഒരു യൂണിറ്റ് ലോഡും ഉണ്ട്. ഇനി നമുക്ക് ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത് കെ ഡി എ എന്ന് പറയുന്ന മെമ്പറാണ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത്. അതിൻ്റെ ഇൻക്ലിനേഷൻ എക്സ് ആക്സിസുമായിട്ട് 45 ഡിഗ്രിയിലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് കെ ഡി എ കോസ് 45ഉം വെർട്ടിക്കൽ കമ്പോണൻറ്റ് കെ ഡി എ സൈൻ 45 ആയിരിക്കും. ഇനി നമുക്ക് സോൾവ് ചെയ്യാം. സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ അപ്വേർഡ് ആയിട്ടുള്ള ഫസ്റ്റ് ഫോഴ്സ് കെ ഡി ബി ആണ്. ഇപ്പോൾ കെ ഡി ബി പ്ലസ് വീണ്ടും അപ്വേർഡ് ആയിട്ടൊരു ഫോഴ്സ് കൂടിയുണ്ട് കെ ഡി എ സൈൻ 45. ഇനി അടുത്തത് ഡൗൺവേർഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് -1 ഇസ് ഈക്വൽ ടു 0 ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് ഡി എ ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ കെ ഡി എ സൈൻ തീറ്റേനെ ഞാൻ ലെഫ്റ്റിൽ തന്നെ ഇട്ടു. ഈ -1 റൈറ്റിലേക്ക് വന്നപ്പോൾ +1 ആയി, മൈനസ് ഈ പോസിറ്റീവ് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ മൈനസ് കെ ഡി ബി എന്ന് കിട്ടി. ഇനി ഓൾറെഡി കെ ഡി ബി ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്കറിയാം. അപ്പോൾ ബാക്കി എന്തുണ്ട്? കെ ഡി എ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി, വിച്ച് ഈസ് ഇംപ്ലൈസ് കെ ഡി എ ഇസ് ഈക്വൽ ടു
ഇതെന്ത് ചെയ്യുക, ഈ സൈൻ തീറ്റ ഇപ്പുറത്തേക്ക് വരുമ്പോൾ 1/sin45 എന്ന് വരും. സോൾവ് ചെയ്യുമ്പോൾ 1.41 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ KDA എന്ന് പറയുന്ന ഈ ഒരു ഫോഴ്സിനെ 1 എന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്ത് സിഗ്മ FX = 0. അപ്പോൾ സിഗ്മ FX = 0 കൊടുക്കുമ്പോൾ റൈറ്റിലേക്ക് പോകുന്ന പോസിറ്റീവ്. അപ്പോൾ ആദ്യം KDC, ഇനി അടുത്ത് ലെഫ്റ്റിലേക്ക് ആയതുകൊണ്ട് നെഗറ്റീവാണ്. അപ്പോൾ -KDE, വീണ്ടും ലെഫ്റ്റിലേക്ക് ഒരു ഫോഴ്സ് കൂടിയുണ്ട്. അപ്പോൾ വീണ്ടും -KDA cos 45 = 0. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് KDE ആണ്. അപ്പോൾ ഇതിനെ റൈറ്റിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അത് പോസിറ്റീവ് ആവും. KDE = ഇതതുപോലെ തന്നെ എഴുതുക KDC മൈനസ് ഇതതുപോലെ തന്നെ എഴുതുക KDA cos 45. ഇനി നമുക്ക് നേരത്തെ സ്റ്റെപ്പിൽ നിന്ന് അറിയാം KDC 0 എന്നാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അത് 0 ആയി പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്, KDE = -1.41 cos 45. അത് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് KDE = -1 എന്ന് കിട്ടും. KDE = -1 എന്ന് കിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ലോഡ് കൊണ്ട് ഓരോ മെമ്പറിനെ അനലൈസ് ചെയ്ത് മെമ്പർ ഫോഴ്സ് കണ്ടുപിടിച്ചു. യൂണിറ്റ് ലോഡ് കൊടുത്തിട്ടും നമ്മൾ മെമ്പർ ഫോഴ്സ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമ്മുടെ ഇക്വേഷൻ ഇതാണ്. നമുക്ക് ഡിഫ്ലക്ഷൻ അറ്റ് D ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡെൽറ്റ D എന്ന് കൊടുക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു സം ഓഫ് F × K × L / AE. ഇതാണ് ഇക്വേഷൻ. ഇത് ഓരോ മെമ്പറിൻ്റെയും കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സം എടുക്കുക. അപ്സിലോൺ എന്ന് വെച്ചാൽ സം എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ടേബിളാർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ആദ്യം മെമ്പർ, പിന്നെ ലെങ്ത്ത്, ഏരിയ, ഫോഴ്സ്, യൂണിറ്റ് ലോഡ് കൊണ്ടുള്ള ഫോഴ്സ്, പിന്നെ ഈ ഒരു വാല്യൂ F × K × L / AE. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യനിൽ നമുക്ക് ഓരോ മെമ്പറിൻ്റെ ഏരിയയും തന്നിട്ടുണ്ട് അല്ലേ. ഓരോ മെമ്പറിൻ്റെ ഏരിയയും ഈ വാല്യൂയും തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ഫിഗർ ഒന്നുകൂടി വരച്ചു. അപ്പോൾ ഇതിൻ്റെ അകത്ത് AD അതുപോലെ DE, ഈ രണ്ട് മെമ്പറിൻ്റെയും ഏരിയ എന്ന് പറഞ്ഞാൽ 1500 mm² ആണ്. ബാക്കി എല്ലാ മെമ്പറും, ബാക്കി ഏത് മെമ്പർ എടുത്താലും അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 1000 mm² ആണ്. ഇനി മൊത്തത്തിൽ യങ്സ് മോഡുലസ് 200 kN/mm² ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഇക്വേഷൻ എന്ന് വെച്ചാൽ F × K × L / AE ആണ്. അപ്പോൾ യങ്സ് മോഡുലസ് നമുക്ക് തന്നേക്കുന്നത് kN/mm²ലാണ്. അപ്പോൾ യങ്സ് മോഡുലസ് ഇരിക്കുന്നത് kN/ലും mm-ലുമാണ്. ഏരിയ തന്നേക്കുന്നത് mm-ലാണ്. അപ്പോൾ ഏരിയ തന്നേക്കുന്നത് mm-ലാണ്. ലെങ്ത്ത് പക്ഷേ മീറ്ററിലാണ് തന്നേക്കുന്നത്. അപ്പോൾ ലെങ്ത്തിനെ നമ്മൾ ആദ്യം mm-ലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇനി എഫും കെയും നമ്മൾ ഓൾറെഡി kN/ലാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മൾ ടേബിളിൽ സോൾവ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ആവശ്യമുള്ള യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ഇതിനെ സോൾവ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലെങ്ത്തിനെ ആക്കി, ഏരിയ ഓൾറെഡി mm² ആണ്, ഫോഴ്സ് ഓൾറെഡി kN/ലാണ്, വീണ്ടും ഫോഴ്സ് kN/ലാണ്. അങ്ങനെ സോൾവ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് mm-ൽ കിട്ടും. ഇനി ഓരോ മെമ്പർ എടുക്കാം. ആദ്യം AB എന്ന് പറയുന്ന മെമ്പർ. അപ്പോൾ AB എന്ന് പറയുന്ന മെമ്പർ, അതിൻ്റെ ലെങ്ത്ത് 4000 ആണ്. ഇനി ഈ രണ്ട് മെമ്പർ ഒഴിച്ച് ബാക്കി എല്ലാ മെമ്പറിൻ്റെ ഏരിയയും 1000 ആണ്. അപ്പോൾ AB എന്ന് പറയുന്ന മെമ്പറിൻ്റെ ലെങ്ത്ത് 4000 ആണ്, ഏരിയ 1000 ആണ്. ഇനി എഫും കെയും വേണം. അപ്പോൾ നമ്മൾ ആദ്യം സോൾവ് ചെയ്ത പോയിന്റിലേക്ക് പോവുക. AB എന്ന് പറയുന്ന മെമ്പറിലെ ഫോഴ്സ് ഇതാ, AB എന്ന് പറയുന്ന മെമ്പർ FBA കണ്ടുപിടിച്ചിട്ടുണ്ട്, 45 ആണ്. ഇനി അടുത്തത് KBA വേണം. KBA എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ടേബിൾ. FBA 45ഉം KBA 0 ആണ്. ഇനി എന്ത് ചെയ്യുക, ഈക്വേഷനിൽ കൊടുക്കുക. ഈക്വേഷനിൽ കൊടുക്കുമ്പോൾ എഫിൻ്റെ വാല്യൂ 45, കെയുടെ വാല്യൂ 0, എല്ലിൻ്റെ വാല്യൂ 1000, എയുടെ വാല്യൂ 1000, ഇയുടെ വാല്യൂ 200 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഓൾറെഡി ഒരു 0 ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ആൻസർ 0 ആയിട്ട് പോകും. അടുത്തത് AD എന്ന് പറയുന്ന മെമ്പർ. AD എന്ന് പറയുന്ന മെമ്പറാണ്. അപ്പോൾ AD എന്ന് പറയുന്ന മെമ്പർ ഇതാണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത് തന്നിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക, AD is equal to square root of 4000² പ്ലസ് അടുത്തതും 4000 ആണ്, ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 5656.9 mm എന്ന് കിട്ടും. ആ വാല്യൂ ആണ് ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ AD എന്ന് പറയുന്ന മെമ്പറിൻ്റെ ലെങ്ത്ത് കിട്ടി. ഇനി AD എന്ന് പറയുന്ന മെമ്പറിൻ്റെ ഏരിയ 1500 mm² എടുത്തോളാം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി FAD KAD വേണം. ആദ്യം FAD നോക്കാം. ഇതാ
FAD അല്ലെങ്കിൽ FDA എന്ന് പറഞ്ഞാൽ 84.85 കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേപോലെ KDA എന്ന് പറഞ്ഞാൽ 1.41 ആണ്. അപ്പോൾ ഇത് രണ്ടും കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ FAD 84.85 ആണ്, KAD 1.14 ആണ്. ഇനി എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. എഫിൻ്റെ വാല്യൂ ഇതാണ്, കെയുടെ വാല്യൂ ഇതാണ്, എല്ലിൻ്റെ വാല്യൂ ഇതാണ്, എയുടെ വാല്യൂ 1500 ആണ്, ഇൻ്റെ വാല്യൂ 200 ആണ്. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 2.26 എന്ന് കിട്ടും. ഇതേപോലെ നമ്മൾ ഓരോ മെമ്പറിൻ്റെയും BC BD CD DE മെമ്പറിൻ്റെ ലെങ്ത്തുകൾ, ഏരിയ കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ കണ്ടുപിടിച്ച ഓരോ ഫോഴ്സും കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഫൈനലി F × K × L എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന വാല്യൂ. ഓക്കെ, ഇപ്പോൾ ഇവിടെ 0 വരുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് 0വും ബാക്കി 2 റോ മാത്രമേ നമുക്ക് ആൻസർ ആയിട്ടുള്ളൂ. ഇത് ഇത്രയും കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി ടേബിൾ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് വേണ്ട ഫൈനൽ ഡിഫ്ലക്ഷനാണ്. അപ്പോൾ ഡെൽറ്റ D = നമുക്കറിയാം സം ഓഫ് എപ്സിലോൺ ആണ് പറഞ്ഞേക്കുന്നത്, സം ഓഫ് F × K × L / A. അപ്പോൾ ഓരോ മെമ്പറിൻ്റെയും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലേ. ഇനി എന്ത് ചെയ്യുക? ഇതിനെ ആഡ് ചെയ്യുക. ഇവിടെ ഇതിൻ്റെ സം എടുക്കുക, ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് പ്ലസ് അങ്ങനെ എല്ലാ വാല്യൂ ആഡ് ചെയ്തിട്ട് സമ്മ് വാല്യൂ എടുത്ത് എഴുതുക. അതായിരിക്കും നമ്മുടെ ഡിഫ്ലക്ഷൻ്റെ വാല്യൂ. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എന്തുള്ളൂ? 2 വാല്യൂ ഉള്ളൂ, 2.263 + 1.4. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫ്ലക്ഷൻ അറ്റ് D, വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ അറ്റ് D = 3.66 എന്ന് കിട്ടും. യൂണിറ്റ് എന്തായിരിക്കും? mm ആയിരിക്കും. കാരണം ലെങ്ത്തും ഏരിയയും എല്ലാം നമ്മൾ mm-ലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഡിഫ്ലക്ഷൻ കിട്ടുന്നതും mm-ലായിരിക്കും. ഈ രീതിയിലാണ് നമ്മളൊരു പിൻ ജോയിൻ്റ് ട്രസ്സിൻ്റെ പ്രോബ്ലം യൂണിറ്റ് ലോഡ് മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്യുന്നത്. ഈ പ്രോബ്ലം നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആണോന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് മോഡ്യൂളിലെ മെത്തേഡ് ഓഫ് സെക്ഷൻ അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് ജോയിൻറ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ, പിന്നെ ഈ പ്രൊസീജിയർ അറിയാമെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യും. ഇത് ചെയ്ത് തന്നെ പഠിക്കുക, നോക്കിയോ വായിച്ചോ പഠിച്ചു വെക്കരുത്, കാരണം ചെയ്യുമ്പോൾ സ്റ്റക്കായി പോകും. ഈ ലെക്ചറിൽ ഇത്രയാണുള്ളത്. താങ്ക് യു.